ഹലോ, മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ ആമസോണുമായിട്ട് ബിലോ 200 റുപ്പീസിനുള്ള ഐറ്റംസ് ആണത്. ഹലോ, വെൽക്കം ബാക്ക് ടു നീലാനേരം. നമുക്കിന്ന് കുറച്ച് പ്രോഡക്റ്റ് റിവ്യൂസ് കണ്ടാലോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും മീഷോന്നുമായിട്ട് വാങ്ങിച്ച കുറച്ച് ഐറ്റംസിൻ്റെ, അതായത് കിച്ചൺ ഓർഗനൈസേഴ്സിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഇത്. ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു വീട്ടിൽ ഓർഗനൈസറാണ്. സോ ഇതെന്ന് പറയുന്നത് വീട്ടിലൊക്കെ നമ്മൾ വെക്കില്ലേ, ഹോം എന്ന് പറഞ്ഞിട്ട്. ഇതിൽ വരുന്നത് ഒരു 7 കീ ഹോൾഡേഴ്സാണ്. ഇത് ഞാൻ ആക്ച്വലി വാങ്ങിച്ചത് മീഷോന്നാണ്. മീഷോന്ന് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 86 റുപ്പീസിനാണ് എനിക്ക് കിട്ടിയത്. 86 റുപ്പീസ്. സോ ഇവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നല്ല ഭംഗിയായിരിക്കും. സോ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മീഷോന്നാണ്. മീഷോന്ന് ഇതിന് 86 റുപ്പീസാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ട്രോങ് പ്രൊഡക്റ്റാണ്. അപ്പം 7 കീ ഹോൾഡേഴ്സ്, പിന്നെ ഒരു ഫോൺ കേസ് വരുന്നുണ്ട്. ഇത് നമ്മൾ ഇൻ കേസ് ഇത് വെക്കുന്നത് നമ്മളൊരു ചാർജറിൻ്റെ ഒക്കെ അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇത് ഇത് യൂസ് ചെയ്തിട്ട് ഇതിൽ ഫോൺ വെക്കാം. അങ്ങനെ വെക്കുമ്പം കുറച്ച് സ്റ്റേബിളായിട്ടിരിക്കും. നമ്മൾ കുഴപ്പമില്ല, പൊട്ടുമൊന്നുമില്ല. അത്ര പെട്ടെന്ന് അത്ര ചീപ്പതല്ല. പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ അതിൻ്റെ ഗ്ലൂസ് കാണുന്നുണ്ട്. കുറച്ചുകൂടി നീറ്റാക്കായിരുന്നു. പക്ഷേ 86 റുപ്പീസിന് ഇങ്ങനെ ഒരു ഐറ്റം അത് വേർത്തിയാണ് കേട്ടോ. ഇനി അടുത്ത ഒരു സാധനം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതിന് യൂസ് ചെയ്യാനായിട്ട്, അതായത് ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് സ്ക്രൂസാണ്. ഇതിനകത്ത് ഒരു 20 സ്ക്രൂസ് വരുന്നുണ്ട്. ഇത് നമുക്ക് വാളിൽ ഡയറക്റ്റ് ഒട്ടിക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 20 പീസിന് വരുന്നത് 148 റുപ്പീസാണേ. കാണുന്നുണ്ടോ? ഫോക്കസ്. ഇതെന്ന് പറയുന്നത് സ്ക്രൂ ഇങ്ങനെ തിരിക്കുക. കണ്ടോ, സ്ക്രൂ ഇത് ചെയ്യുമ്പം ഇങ്ങനെ വരും. കണ്ടോ, എന്നിട്ട് നമുക്ക് വേണ്ടുന്ന സാധനം വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഇത് നമുക്ക് വാളിൽ നമുക്ക് ഡ്രില്ലിങ്ങിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ ഒരു ടാപ്പ് കണ്ടോ, ഈ ടാപ്പ് ഇങ്ങനെ പീൽ ഓഫ് ചെയ്യുക, വാൾ ഒട്ടിക്കുക. വാൾ ഇത് വെക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് തുടച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ ഇരുന്നോളൂ. സോ ഇതിൻ്റെ ഒരു 20 പീസിന് വന്നേക്കുന്നത് എനിക്ക് അയക്കുന്നത് 148 റുപ്പീസാണേ. ഇതൊരു നല്ല സാധനം. നമുക്ക് വാളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം, ഫ്രെയിംസ് ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുന്നത് നല്ലൊരു ഓപ്ഷനായിരിക്കും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ച കുറച്ച് ടീ, ഷുഗർ ആൻഡ് കോഫി. ഇത് നമ്മുടെ എല്ലാ മോസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും വീഡിയോസിൽ കാണുന്ന ഒരു സാധനമാണ്. കിച്ചൺ ഓർഗനൈസ് ആയിട്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനമാണ്. നമുക്ക് കിച്ചണിലൊക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ട് വെക്കാം. കോഫി ഇത് ഞാൻ ആക്ച്വലി യൂസ് ചെയ്ത് നോക്കിയൊരു പ്രൊഡക്റ്റാണേ. അപ്പം ഇതിനകത്ത് ഞാൻ ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂടി ഉണ്ടല്ലോ, ഇവിടെ ഒരു പ്രസ് ഉണ്ട്. പ്രസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ വെക്കാം. ഓവർ എയർ ടൈറ്റ് ആണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷെ വീഴൊന്നുമില്ല. കണ്ടോ, വീഴൊന്നുമില്ല. പക്ഷേങ്കിൽ കുറച്ച് തുറക്കാനോ അടയ്ക്കാനോ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ നല്ല സാധനമാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. 159 റുപ്പീസ്, 160 ആ ഒരു റേഞ്ചിലാണ്. ഇത് ഞാൻ മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലായിടത്തും കമ്പയർ ചെയ്തിട്ട് ഏതിലാണോ ഓഫർ അധികമായിട്ടുള്ള അങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ. ഇവിടെയുള്ള എല്ലാ സാധനവും ഞാൻ അങ്ങനെ തന്നെ വാങ്ങിച്ചതാണ്. അപ്പം ഇതാണ് അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഇത് കാണിക്കാൻ പോകുന്നത് ഒരു സെറ്റ് ഓഫ് ഈ പെപ്പർ അങ്ങനത്തെ ഒക്കെ ഇട്ട് വയ്ക്കില്ലേ, അങ്ങനത്തെ ഒക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ഓർഗനൈസറാണ്. ഇത് ഗ്ലാസിൻ്റെ ആണേ. അപ്പം ഇതിനകത്ത് ഒരു 4 പീസാണ് വരുന്നേ. 4 പീസ്. ഈ 4 ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ആമസോണിൽ നിന്ന് ഈ 4 ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി, അതായത് പെപ്പറും സോൾട്ട്, പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ജീര പൗഡർ, പിന്നെ കുറച്ച് ടേമറിക്, അങ്ങനെ നമ്മളിതിന് അല്ലെങ്കിൽ ചില്ലി, നമ്മൾ ഈ സോൾട്ട്, നമ്മൾ സാലഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പം ആഡ് ചെയ്യാനായിട്ടുള്ള ബോട്ടിൽസാണ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് ആ ബോട്ടിലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബട്ട് നല്ല വേർത്തി ആയിട്ടുള്ളത്. 149 റുപ്പീസിന് 4 സെറ്റ് എന്ന് പറയുന്നത് നല്ല വേർത്തി ആയിട്ടുള്ള ഒരു സാധനം. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു സൈഡിൽ വലിയൊരു ഹോളും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയ ഹോൾസ്. പക്ഷേ ഈ ചെറിയ ഹോളിൽ നിന്ന് തന്നെ നമുക്ക് നല്ല പോലെ
ഇതാവും തോന്നുന്നു കേട്ടോ. ഈ കുറച്ചുകൂടെ ചെറിയ ഹോളായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സോ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാൻഡാണ്. ഈ ഒരു സ്റ്റാൻഡാണ്. ഇത് കോഫി കപ്സ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 12 ഗ്ലാസ്സസ് വെക്കാൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് പറയുന്ന ഒരു ഐറ്റം ഈ ഒരു സ്റ്റാൻഡാണ്. ഇത് കോഫി മഗ് കപ്സ് ആണ്. ഇതിങ്ങനെ നമ്മുടെ തട്ടിനൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ കോഫി കപ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 153 റുപ്പീസാണ് കേട്ടോ ഇതിന് വരുന്നത്. നമുക്ക് കപ്സ് മാത്രമല്ല, നമ്മുടെ സിസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ പിടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഹോൾഡർ ടൈപ്പ് പാത്രങ്ങൾ, അതൊക്കെ ഹാങ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ ഹാങ് ചെയ്ത് വെക്കാറുണ്ട്. സോ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനം. ഇത് നിങ്ങൾ മോസ്റ്റ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പ്രോപ്പർ ഇത് കാണാൻ പറ്റുന്നുണ്ട്. നല്ല സാധനമല്ലേ, നന്നായിട്ടില്ലേ. ഈ ഒരു സാധനം എന്ന് പറയുന്നത്, അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം എന്താ പറയുക, നമ്മുടെ ഈ കിച്ചൺ ഷെൽഫിൻ്റെ മേലെയൊക്കെ നമുക്ക് കറി ഡബ്ബാസ്, പിന്നെ അതുപോലെ ഈ ഒരു ഡബ്ബയൊക്കെ ഉണ്ടല്ലോ സൂസി, ഇങ്ങനെയൊക്കെ വെക്കാനായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇവിടെയൊക്കെ ആയിട്ട് ഡബ്ബയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പം ഈ ഒരു ഓർഗനൈസറും കൂടെയാണ്. ഇത് ഞാൻ ഓർഗനൈസ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ ഇടാം കേട്ടോ. ഇതിൻ്റെ ഒക്കെ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ടാഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 174 റുപ്പീസ് ആണ് ആയത്. ഇതിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ കുറച്ചുകൂടെ റേറ്റ് അധികമായിരുന്നു. അപ്പോൾ മീഷോയിലാണ് ഇത് അഫോർഡബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇതിന് ഫസ്റ്റ് ഞാനൊന്ന് ഓർഡർ ചെയ്തപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ സ്റ്റാൻഡ് ഒന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീപ്ലേസ് ചെയ്തപ്പോൾ ഇത് ഓക്കെ ആയിട്ട് വന്നു കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതേപോലെ ഈ സാധനങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആണേ. ഇവിടെയും ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനം. അപ്പം നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഓയിൽ കണ്ടെയ്നേഴ്സാണ്. അപ്പം ഈ ഒരു സെറ്റിൽ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. അതായത് 2 സോൾട്ട് പെപ്പർ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. പിന്നെ വരുന്നത് ഒരു സ്പാച്ചുല പോലെ, നമ്മുടെ ഓയിൽ ആപ്ലിക്കേറ്റർ, അതുപോലെ ഇതൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ തിരിച്ചിടുന്ന പോലത്തെ ഒരു ഓയിൽ, കേക്കിനൊക്കെ മിക്സ് ചെയ്യുന്ന പോലത്തെയും, പിന്നെ ഒരു ഓയിൽ ആപ്ലിക്കേറ്റർ. ഈ 2 സാധനം. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ക്യാനിലേക്ക് ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ. സോ ദിസ് കാണാൻ നല്ല ഭംഗിയിട്ട്. സോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. സോ ഇതുണ്ടോ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിലിൽ വെച്ചിട്ട് ഓയിൽ ഈസി ആയിട്ട് ഒഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമാണ് ഇത്. ഇതും നന്നായിട്ടുണ്ട്. സോ അടുത്തതെന്ന് പറയുന്നത് ഓയിൽ ക്യാനാണ്. ഇത് ഗ്ലാസിൻ്റെ ബോട്ടിലാണേ, കുറച്ച് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. സോ ഇതാണ് ബോട്ടില്. സോ 2 ബോട്ടിലാണ്. ഇതെന്ന് പറയുന്നത് 500 ml 2 ബോട്ടിൽസാണ്. സോ ഇതിന് മൂടി സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഈ 2 ബോട്ടിലും നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിൽസാണേ, കൊള്ളാം. ഇതും ഗ്ലാസ് ബോട്ടിൽസാണ്, അതുകൊണ്ട് നമുക്കിങ്ങനെ എണ്ണ ഒട്ടിപ്പിടിക്കുമ്പോൾ അങ്ങനത്തെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഈ 2 ബോട്ടിൽസ്, പിന്നെ ഈ 2 പെപ്പർ ആൻഡ് സോൾട്ട് ബോട്ടിൽ, പിന്നെ ഈ ഒരു സ്പാച്ചുല, ഇതെല്ലാം കൂടിയിട്ട് ഒരു കോംബോ പോലെ എനിക്ക് കിട്ടിയിരിക്കുന്നത് 210 റുപ്പീസിനാണ്. ഇതിൻ്റെയും ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. താങ്ക് യു. അപ്പം നമ്മൾ അടുത്ത കുറച്ച് പ്രൊഡക്റ്റും കൂടെ ഉണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. സീ യു, ബൈ.